വീട്ടിലുള്ള മുഴുവൻ വളർത്തു നായ്ക്കളെയും പൂച്ചകളെയും റെസ്പോൺസിബിൾ പെറ്റ് ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കണം. പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് എല്ലാ വർഷങ്ങളിലും അതെടുക്കണം. ഒരു കുത്തിവയ്പ്പ് പോരാ, വർഷാവർഷങ്ങളിൽ അതിൻ്റെ ജീവിതകാലം വരെ അത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മൾ കാണാതെ പോലും ഒരു തെരുവ് നായോ അല്ലെങ്കിൽ ഒരു പേവിഷബാധയുള്ള ഒരു നായയിലേക്ക് നിന്ന് കടിയേറ്റ് കഴിഞ്ഞാൽ ഈ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ നായ സുരക്ഷിതമായിരിക്കും. ഇനി ഇത് ഇങ്ങനെ സുരക്ഷിതമായിട്ടുള്ള കുത്തിവയ്പ്പ് എടുത്തിട്ടുള്ള ഒരു നായെ ഒരു പേവ് പിടിച്ച ഒരു നായോ അല്ലെങ്കിൽ അറിയാത്ത ഒരു നായോ കടിച്ചിട്ട് പോയാൽ നമ്മൾ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. നമ്മൾ ഉടനെ തന്നെ 3 കുത്തിവയ്പ്പുകൾ 0, 3 and 7. 0 എന്ന് പറഞ്ഞാൽ ആ കടിയേറ്റ ദിവസം, അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ കുത്തിവയ്പ്പ്, അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് അടുത്ത കുത്തിവയ്പ്പ്. അപ്പോൾ 0, 3, 7. അപ്പോൾ ഒരുപക്ഷെ ഈ കടിച്ച പട്ടിയെ നമുക്ക് അറിവുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പൂച്ചയെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ 7 ദിവസം 10 ദിവസം അതിനെ ഒബ്സർവ് ചെയ്യുന്നു. ഈ ദിവസങ്ങൾക്കുള്ളിൽ ആ നായ അല്ലെങ്കിൽ പൂച്ചയ്ക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ അത് പേവിഷബാധയല്ല. നമുക്ക് ഈ ബൂസ്റ്റർ ഡോസ് നിർത്താൻ പറ്റും. അതല്ല, കടിച്ചിട്ട് പോയ പട്ടിയെക്കുറിച്ച് ഒരു ധാരണയില്ല, പൂച്ചയെക്കുറിച്ച് ഒരു ധാരണയില്ലെങ്കിൽ അതിനെ നമ്മൾ ഒരു റാബിഡ് ഡോഗായിട്ട് തന്നെ കണക്കാക്കി 5 കുത്തിവയ്പ്പുകൾ 0, 3, 7, 14 and 28 ഈ കുത്തിവയ്പ്പുകൾ എല്ലാം തന്നെ പോസ്റ്റ് എക്സ്പോഷർ വാക്സിനേഷൻ എന്ന് പറയും. അതെല്ലാം നമുക്ക് നമ്മുടെ എല്ലാ മൃഗാശുപത്രികളിലും ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട്. ആളുകൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയില്ല. കാരണം നമ്മൾ പലപ്പോഴും അതിനൊരു നിസ്സാരമായിട്ട് കാണുന്നുണ്ട്. കാരണം ഒന്ന് ആക്രമിക്കുക അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ദേഹത്ത് ഒന്ന് അത് കയറി ഒന്ന് പോറിയിട്ട് പോകുമ്പോൾ ആരും അങ്ങനെ അതിനെ വലിയ കാര്യമായിട്ട് ആക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു അപ്പം നമ്മളിപ്പം വഴിയെ നടന്നു പോകുമ്പോൾ ഒരു നായ വന്ന് നക്കിയിട്ട് പോയാൽ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതാണ്. കാരണം നമുക്കൊരു ചെറിയ തൊലിപ്പുറത്ത് ഒരു ചെറിയ പൊട്ടലുണ്ടെങ്കിൽ കൂടി ആ നായയുടെ നക്കുന്ന സലൈവയിൽ ഉമിനീരിൽ വൈറസ് ഉണ്ടെങ്കിൽ അത് കയറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ടതില്ല, എത്രയും പെട്ടെന്ന് അടുത്ത PHCയിൽ അല്ലെങ്കിൽ അടുത്ത നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ 24 മണിക്കൂർ ഈ വാക്സിൻ ലഭ്യമാണ്. വളരെ നിസ്സാരമായിട്ടുള്ള പലർക്കും ഭയം, ഇതൊക്കെ പുറമെ പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കിളിന് ചുറ്റുമുള്ള കുത്തിവയ്പ്പ് അതൊക്കെ പണ്ടത്തെ കാലമാണ്. ഇപ്പം ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷനാണ്. ഒരു കൊതുക് കടിക്കുന്ന വേദന പോലും അറിയില്ല. ഇൻട്രാഡെർമൽ ഇഞ്ചക്ഷൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം 5 ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മുഖത്തിനും കഴുത്തിന് മുകളിലേക്കുമുള്ള കടിയേറ്റ് കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു പേവിഷബാധയുള്ള നായോ പൂച്ചയുടെയോ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ രോഗപ്രതിരോധം കിട്ടുന്നതിന് കുറഞ്ഞത് 14 ദിവസമെങ്കിലും വരും. ഇമ്മ്യൂണോഗ്ലോബിൻ എടുത്താൽ പോലും പലപ്പോഴും ഇളകുന്ന ഒരു സാഹചര്യം അതാണ്. അപ്പം നമ്മൾ തെരുവ് നായ്ക്കളെ മുഴുവനായി തന്നെ പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കുക മാത്രമാണ് ഇതിൻ്റെ ഏക പോംവഴി. പിന്നെ അതുപോലെ തന്നെ അവരുടെ വംശവർദ്ധനവ് കുറയ്ക്കുന്നതിന് ABC പ്രോഗ്രാം അത് ഏറ്റവും ശാസ്ത്രീയമായിട്ടുള്ളതാണ്. പക്ഷേ തെരുവ് നായ്ക്കൾ വന്ധീകരിച്ച് കഴിഞ്ഞാൽ അവയ്ക്ക് കടിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, അത് മാറുന്നില്ല. പക്ഷേ അവർ ഡൊസൈലാകും, അവരുടെ ഹോർമോണൽ ആയിട്ടുള്ള വിഡ്രോവൽ വരുന്നത് കൊണ്ട് ആ വയലൻസ് വളരെയധികം കുറയും. ഇവർ കൂടുതൽ വയലൻസ് ഉണ്ടാകുന്ന ഇവരുടെ ബ്രീഡിങ് സീസണിലാണ്, ഇണചേരൽ സമയത്താണ്, കോർട്ട്ഷിപ്പിന് വേണ്ടി ആണ് ടെറിട്ടോറിയൽ അഗ്രഷൻ കാണിക്കും. അതുകൂടാതെ ഈ പെൺനായ്ക്കൾ അത് പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഗ്രസീവ് ആകാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾക്ക് കടിയേൽക്കാനുള്ള സാധ്യത. അപ്പോൾ ABC പ്രോഗ്രാം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അവരുടെ ഒരു ഉത്തരവാദിത്വമായി ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, എല്ലാവർക്കും സജീവമായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ വരും, ABC സെൻറ്ററുകൾ സ്ഥാപിക്കാൻ ആരും തയ്യാറാകുന്നില്ല. നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒട്ടേറെ തെറ്റിദ്ധാരണകളാണ്. ABC സെൻറ്റർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ നായ്ക്കളെയൊക്കെ അവിടെ തുറന്നു വിടും. പക്ഷേ എവിടെ നിന്നാണോ പിടിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് തിരിച്ചു കൊണ്ട് വിടുക എന്നുള്ളതിൻ്റെ ഒരു ശാസ്ത്രീയതയുണ്ട്. കാര്യം ആ നായ്ക്കളെ ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് നമ്മൾ റിമൂവ് ചെയ്ത് കഴിയുമ്പം വിത്തിൻ 2 ആഴ്ച കഴിയുമ്പോൾ അവിടെ വേറെ നായ്ക്കൾ വന്ന് ഒക്യുപ്പൈ ചെയ്യും. അത് നമ്മുടെ തന്നെ കുഴപ്പമാണ്. നമ്മുടെ വീടുകളിൽ വളർത്തുന്ന നായ്ക്കളെ ബ്രീഡിങ്ങിന് ഉപയോഗിക്കാത്തവ മുഴുവൻ വന്ധീകരിച്ച് ലൈസൻസ് എടുക്കേണ്ടതുണ്ട്, കുത്തിവയ്പ്പ് എടുത്ത്. കാരണം വീടുകളിൽ പ്രത്യുൽപാദനം വഴി അവർ പ്രസവിച്ച് കഴിയുമ്പം ആ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാത്തതുകൊണ്ട് അവയെ കൊണ്ട് തെരുവിൽ തള്ളും. ആ നായ്ക്കളോ അല്ലെങ്കിൽ പൂച്ചകളാണ് പിന്നീട് തെരുവ് നായ്ക്കളും തെരുവ് പൂച്ചകളുമായി വളർന്നു വരുന്നത്. അപ്പം വീടുകളിൽ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഉത്തരവാദിത്ത
പെറ്റ് ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് അവനവൻ വളർത്തുന്ന നായയോ അല്ലെങ്കിൽ പൂച്ചയോ പ്രസവിപ്പിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ അതിനെ വന്ധീകരിക്കണം. ഒരു വയസ്സ് കഴിയുമ്പോൾ തന്നെ വന്ധീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ തെരുവുനായ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. കോട്ടയം ജില്ലയിൽ ABC സെന്ററുകൾ ഇപ്പം നമുക്ക് നഗരസഭയുടെ കോടിമതയിലുള്ള ABC സെൻ്ററാണ്. അവിടെ മാർച്ച് 31 വരെ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയാണ് 1732 ചെയ്തിരുന്നത്. ഈ വർഷം പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്. DPCയുടെ അപ്രൂവൽ കിട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ വീണ്ടും സെൻ്ററിൻ്റെ പ്രവർത്തനം ആരംഭിക്കും.